ദൈവമക്കളെ, ചർച്ചിൽ നിങ്ങൾ രാവിലെ ആരാധനയ്ക്ക് വരുവാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങുമ്പം ആസ്ക് യുവർ സെൽഫ്, വാട്ട് ഈസ് മൈ ഇൻറ്റൻഷൻ ദാറ്റ് ഐ എം ഗോയിങ് ടു ചർച്ച് ടുഡേ. പല ഇൻറ്റൻഷനുള്ളവരുണ്ട്. ഒന്ന്, പാസ്റ്റർ എന്ത് പറയും ഞാൻ ഇന്ന് ആരാധനയ്ക്ക് ചെന്നില്ലെങ്കിൽ. രണ്ട്, ഒരു ഔദ്യോഗിക സ്ഥാനമുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ചർച്ചിൽ വരുന്നു. മൂന്ന്, തൊട്ടടുത്തിരിക്കുന്നയാളും വിളിച്ച് ചോദിക്കും, വന്നില്ലെങ്കിൽ ഓർക്ക് എന്തോ പ്രശ്നം വീട്ടിൽ നടന്നു. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ ഇതൊക്കെ ഇൻറ്റൻഷനായിട്ട് വരുന്നതെങ്കിൽ ഓർത്തോ ഉറങ്ങുക. ദൈവവുമായിട്ട് യഥാർത്ഥ ആത്മബന്ധമുള്ള ഒരു ദൈവ പൈതലിനാരും ഉണർത്തണ്ട. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അവർ കറക്റ്റ് സമയത്ത് ചർച്ചിൽ വരും. അവരെ ആരും സ്തുതിപ്പിക്കണ്ട. ബിക്കോസ് ജീവനുള്ളവൻ എന്നും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അവർ ദൈവിക സ്നേഹത്തിൻ്റെ കാര്യത്തിൽ കുറവുള്ളവരല്ല. അവരെ മറ്റുള്ളവർ ഹേർട്ട് ചെയ്യുമ്പോഴും ക്ഷമിച്ചുകൊണ്ട് മറ്റൊരാളെ ചേർത്ത് പിടിക്കാൻ അവർ സന്നദ്ധത കാണിക്കും. മൂന്ന്, അവരെപ്പോഴും മണവാളൻ്റെ വരവിനെക്കുറിച്ച് ആർത്തിയുള്ളവരായിരിക്കും. ഞാൻ പറയും, നമ്മൾ നുണ പറയത്തില്ല, നുണ പാടും. അതിലൊരു പാട്ടാണ്, നമ്മളൊക്കെ പാടുന്ന പാട്ടാണ്, കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നെഞ്ചത്ത് കൈ വെച്ചിട്ട് ചോദിച്ചേ, ഞാൻ ആ പാട്ട് പാടുന്നത് സത്യമായിട്ടാണോ? കാന്തനെ കാണാൻ ശരിക്കും ആർത്തി ഉണ്ടോയെന്ന്. ഇന്ന് ദൈവസഭയുടെ ഇടയിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, കർത്താവിൻ്റെ വരവിനെ ആഗ്രഹിക്കുന്നവർ കൈ വെക്കാൻ പറഞ്ഞു പോപ്പിക്കുകയാണ്. കാരണം എന്നറിയോ, അവർക്ക് ഓട്ടോമാറ്റിക്കലി കൈ വങ്ങത്തില്ല. കാരണം കർത്താവെ ഇപ്പോൾ വരല്ലേ, മോടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട്, അയ്യോ വരല്ലേ, എൻ്റെ കൊച്ചു മെഡിക്കൽ സ്കൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അയ്യോ പെണ്ണിൻ്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുക, അവിടെ കല്യാണത്തിന് ഉടുക്കാൻ പട്ടുസാരി മേടിച്ച് വെച്ചേക്കുക, അതൊക്കെ ഒന്ന് ഉടുത്ത് ഒരു ദിവസം ഒന്ന് ഷൈൻ ചെയ്ത് കഴിഞ്ഞിട്ടേ കർത്താവേ. ഇതിനെയാണ് ആർത്തി എന്ന് പറയുന്നത്. എന്താ കാന്തനെ കാണാൻ ആർത്തി എന്ന് പറഞ്ഞാൽ? ഇല്ല പ്രത്യാശ മറ്റൊന്നിലും എന്ന് വെച്ചാൽ, ഈ ലോകത്തിൽ പ്രാർത്ഥനകളുടെ മറുപടി കിട്ടിയില്ലേലും അപ്പാ അങ്ങയുടെ വരവ് എനിക്ക് ഏറ്റവും കാമ്യമാ, ഞാനത് ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ നിമിഷം എൻ്റെ കർത്താവ് വന്നാൽ കർത്താവിൻ്റെ വരവെങ്കിൽ പോകണമെന്നുള്ളത് മാത്രം എൻ്റെ പ്രതീക്ഷയെന്ന് ഹൃദയത്തിൽ തട്ടിപ്പറയാൻ കഴിയുന്നവൻ ജീവനുള്ളതാ. പക്ഷെ ഇപ്പം ഞാനിവിടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും, അയ്യോ സത്യ സിസ്റ്റർ ഇപ്പം വരരുതെന്ന് എൻ്റെ ആഗ്രഹം എന്ന് മനസ്സിൽ സത്യമായിട്ട് ചിന്തിച്ചവരോട് ഞാൻ ദൂത് പറയാം, ചത്തോണ്ടിരിക്കുക. പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ചത്തുപോകും, എന്നേക്കുമായിട്ട് കൈവിടപ്പെട്ടു പോകും. അതുകൊണ്ട് ചാവാറായ ശേഷിപ്പുകളെ എന്ത് ചെയ്യണം, എങ്ങനെ ശക്തീകരിക്കണം? രണ്ട് കാര്യം, ദൈവവചനം ഡെയിലി വായിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ സമയം സ്പെൻഡ് ചെയ്യുക. ചാവാറായ ഓർഗൻസ് ഏതാന്ന് കണ്ടുപിടിച്ച് ശക്തീകരിച്ചില്ലെങ്കിൽ മണവാളൻ വരും. ഉണർന്നിരുന്ന കന്യകമാർ, തൻ്റെ വിളക്കിൽ എണ്ണ കരുതിയവർ, അവർ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവർ മണവാളൻ്റെ കാഹളനാദം കേട്ട് കൂടെ പോയി.